ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഏട്ടൻ്റെ വീട്ടിലോട്ട് പോവേണ്ട വീക്കെൻഡായിട്ട്. അപ്പോൾ നമ്മൾ അതിരപ്പള്ളിയിലോട്ട് പോകുന്നത്. അപ്പോൾ ചാലക്കുടി എത്തിയപ്പോൾ വെച്ചിനൊരു ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കൊടുത്തു. നമ്മൾ ചാലക്കുടിയിൽ നിന്ന് അതിരപ്പള്ളി ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ട്രാൻസ്പോർട്ടും പ്രൈവറ്റും ഉണ്ട്. നമുക്ക് കറക്റ്റ് ഒരു പ്രൈവറ്റ് ബസ് കറക്റ്റ് വന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനകത്ത് വേഗം ചാടി കയറി. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമുക്ക് സീറ്റൊക്കെ കിട്ടി. അപ്പോൾ ഞാനത് റെക്കോർഡ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വിച്ചുക്കിട്ട നല്ല പാട്ട് പാടുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ നല്ല വിച്ചുവിൻ്റെ പാട്ടൊക്കെ കേട്ടാണ് നമ്മൾ ഫോറസ്റ്റ് ഏരിയയിൽ കൂടി ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഇതേ ആ ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് വണ്ടിയൊക്കെ ഓടിക്കുന്നതൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെ കേട്ടോ. നമ്മൾ ഈ സിറ്റിയിൽ എറണാകുളത്തൊക്കെ കിടന്നിട്ട് പെട്ടെന്ന് നമ്മൾ അതിരപ്പള്ളി റൂട്ടൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ, അത് കണ്ണിനും വലിയൊരു കുളിരേകുന്ന കാഴ്ച തന്നെയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് നടക്കാനുണ്ട് ബസ് ഇറങ്ങിയിട്ട്. അപ്പോൾ പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ട് വെച്ച് വീട്ടിലോട്ട് ഓടി നടക്കാൻ കേട്ടോ. അവന് പിന്നെ വഴികളൊക്കെ ഇപ്പോൾ കാണാപ്പാടമാണല്ലോ. അപ്പോൾ വെച്ച് സ്കൂളിൽ പോയി തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചായി ഇങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ മഴയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ ഒന്ന് കുറഞ്ഞപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ വെച്ച് ഭയങ്കര ത്രില്ലിലാണ്. അപ്പോൾ വീട് നോക്കി നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി, ഫ്രഷൊക്കെ ആയി. അപ്പോഴേക്കും പിച്ചു അവൻ്റെ ടോയ്സും ഒക്കെ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ മൈക്കൊക്കെ വെച്ച് പാട്ട് പാടലൊക്കെ ആയി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഫുൾ അവൻ്റെ സ്വാതന്ത്ര്യമാണല്ലോ. അവന് ഒരു ഇഷ്ടമാതിരി ടോയ്സ് ഉണ്ട്. അതൊക്കെ നിരത്തി ഇടും കേട്ടോ. അതൊക്കെ നിരത്തിയിട്ട് അവിടെ പാട്ടൊക്കെ പാടി ആൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ് നമുക്കൊന്ന് തോട് വരെ പോവാം, തോട്ടിൽ പോവാം. അവിടെ പുതിയതായിട്ട് കല്ലൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ അവിടെ ഇങ്ങനെ കല്ലൊന്നും വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പം അങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ പാലത്തിൻ്റെ അടിയിൽ അവിടെ നിന്ന് നല്ലപോലെ ഒരു, ശരിക്കും പറഞ്ഞൊരു സ്വിമ്മിംഗ് പൂള് പോലെ തന്നെ നല്ല കുഴി ഉണ്ടായിരുന്നു അവിടെ. അപ്പം നല്ലപോലെ വെള്ളം ചാടിയിട്ട് അവിടെ കുളിക്കാനൊക്കെ നല്ല രസമായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പോൾ മണ്ണിടിയണായതുകൊണ്ട് അവിടെ കോൺക്രീറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ തോട്ടിൽ വെള്ളം കുറവാണ്. ശരിക്കും നല്ലപോലെ വെള്ളം ഉണ്ടാവണ സമയമാണ്. പക്ഷേ ഈ പ്രാവശ്യം മഴ അങ്ങോട്ട് കാര്യമായിട്ട് കിട്ടിയിട്ടില്ല. മഴയുണ്ടെങ്കിലും നിർത്തി അങ്ങോട്ട് പെയ്യാത്തത് കൊണ്ടായിരിക്കണം വലിയ കാര്യമായിട്ട് വെള്ളമൊക്കെ ഉണ്ടായിരുന്നില്ല കേട്ടോ. വെള്ളം കുറവായിരുന്നു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ട് ബാക്കിലൊക്കെ തന്നെയാണ് തോട്. കാണുന്നതാണ് കേട്ടോ ആ ഷീറ്റ് വർക്ക് ചെയ്തേക്കുന്ന. അതാണ് നമ്മുടെ വീട്. അപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ചിറങ്ങിയാൽ തന്നെ നല്ല വിശാലമായ ഇവിടെ ഒരു തോടുണ്ട്. ശരിക്കും ഈ സമയത്തൊക്കെ ഒരുപാട് വെള്ളം ഉണ്ടാവേണ്ടതാണ്. ഇപ്പോൾ വളരെ കുറച്ച് വെള്ളമുള്ളൂ. കണ്ടോ അരികു കല്ല് വെച്ച് കെട്ടിയേക്കുന്നത്. അപ്പോൾ അതാണ് കാണാൻ വേണ്ടി ഞങ്ങൾ വന്നത്. അപ്പം പിന്നെ വെള്ളം കണ്ടാൽ പിന്നെ ഒന്ന് ഇറങ്ങണമല്ലോ, കാലെങ്കിലും ഒന്ന് നനയ്ക്കണമല്ലോ. അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴല്ലേ എന്ത് തണവാണെന്നറിയോ. പിന്നെ മെയിൻലി നമ്മൾ ഈ പറഞ്ഞ മാതിരി ഈ നാട്ടിൽ സിറ്റിയിൽ അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് പിന്നെ ഈ ഒരു ഏരിയയിലോട്ട് വരുമ്പോഴാണ് ആ വെള്ളത്തിൻ്റെയൊക്കെ ആ പ്യൂരിറ്റി നമുക്ക് മനസ്സിലാവുക. എന്തൊരു തണുത്ത വെള്ളമെന്നറിയോ, ഒരു പ്രത്യേക ഫ്രഷ്നെസ് ഫീല് തന്നെയാണ്. അങ്ങനെ ഞാൻ ഇവിടെ ക്യാമറയൊക്കെ വെച്ച് കുറച്ചു നേരം വെള്ളത്തിൽ ഇരിപ്പായിട്ടോ. വെള്ളം കണ്ടാൽ പിന്നെ അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ ഏരിയയിലോട്ടൊന്നും പിന്നെ അധികം ആളുകളൊന്നും വരില്ല കേട്ടോ. പിന്നെ ഒരുപാട് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാരൊക്കെ വന്ന് അലക്കാനൊക്കെ ഈവനിങ് ടൈം വരും. അല്ലാതെ വേറെ ആരൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇവിടെ വീടുകളും അധികം ഇല്ല, കുറച്ച് വീടുകളൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ വെള്ളത്തിലിരുന്ന് കളിയായിട്ട്, ഞാനിരിക്കുന്ന സ്ഥലത്ത് കുറച്ചും കൂടി വെള്ളമുണ്ട്. അപ്പം വിച്ചുവിന് അവിടെ നിൽക്കാൻ പേടി. അതായത് വിച്ചുവും അച്ഛൻ്റെയും കൂടി വെള്ളം കുറഞ്ഞ സ്ഥലത്ത് അവിടെ നിന്ന് കളിയാണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്, വിച്ചു വാ ഇവിടെ ഒന്നേക്ക് എന്നൊക്കെ. അപ്പോൾ അവർ ഭയങ്കര പേടിയാവും, വന്നില്ല കേട്ടോ. ഞാൻ കുറച്ച് നേരം നല്ല തണവുണ്ടായിരുന്നു വെള്ളത്തിന്. പിന്നെ അങ്ങനെ ഇരുന്നു. പിന്നെ പയ്യെ അവനെ ഞാൻ വിളിച്ച് എൻ്റെ അടുത്ത് ഇരുത്തിയിട്ടോ. ആശാനെ ഇതിലും ചെറുതായിരുന്നപ്പോഴൊക്കെ ഈ വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കി കുളിപ്പിക്കുകയൊക്കെ ചെയ്യായിരുന്നു. കാരണം വലിയ വെള്ളത്തിനോടൊന്നും വലിയ പേടിയില്ലെങ്കിലും ചെറിയ എന്നാലൊരു പേടിയുണ്ട്. അങ്ങനെ കുറച്ച് നേരം അവനെ ഞാനും കൂടി വെള്ളത്തിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്തു. കുറേ നേരം കളിച്ച്. അപ്പോൾ അവനെ പേടിയെന്ന് വെച്ചാൽ മീനെയാണ് പേടി. വെള്ളത്തിനേക്കാളും കൂടുതൽ മീനെയാണ് പേടി. കുഞ്ഞു മീനുകളുണ്ട്. അത് നമ്മളിങ്ങനെ അനങ്ങാതിരിക്കുമ്പോൾ കാലിലൊക്കെ വന്ന് ഇങ്ങനെ കൊത്തും. അപ്പോൾ
അവനെ പേടിയോ മീൻ കടിക്കോ മീൻ കൊത്തണ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പേടിയാണ്. വെള്ളം ഞാൻ പറഞ്ഞില്ലേ, തീരെ വെള്ളമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ പിള്ളേരൊക്കെ വന്ന് നീന്തണ സ്ഥലമാണ്. അപ്പോൾ കുഴിയൊക്കെ പോയി അവിടെ കല്ലൊക്കെ വന്നു നിരപ്പായാറുണ്ട്. വെള്ളം തീരെ കുറവാണ്. ശരിക്കും പറഞ്ഞിട്ടില്ല വെള്ളം. ഞാൻ കിടന്നിട്ട് തന്നെ കണ്ടില്ലേ. എന്നാലും നമുക്കത് വെള്ളം കണ്ടു കഴിഞ്ഞൊന്നും നനയണമല്ലോ. അങ്ങനെ വിഷുവിനെ നീന്തലൊക്കെ പഠിപ്പിക്കാൻ നോക്കണ്ട കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ചു നേരം തോട്ടിലേക്ക് നിന്നിട്ട് തിരിച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. കാര്യം ചെറുതായിട്ട് ചാറ്റൽ മഴ വരുന്നുണ്ട്. അപ്പോൾ ഒന്നാമത് നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇറങ്ങി പനി പിടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. എങ്കിലും വീട്ടിലോട്ട് കയറിയപ്പോഴേക്കും അവിടെ ഇവിടെ വെച്ചിട്ട് ടോയ്സൊക്കെ കിടക്കണ്ട കേട്ടോ. പിന്നെ ഇത് കാണുമ്പോഴാണ് ഞാൻ ഏറ്റവും മിസ് ചെയ്യണത് ഏട്ടൻ നാട്ടിലിപ്പില്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ ഈ റൂമിലിപ്പോൾ ഞങ്ങളുടെ കൂടെ ഇപ്പം ഉണ്ടായിരുന്നേനെ. ഓക്കെ, അപ്പോൾ നമ്മുടെ റൂമാണിത്. റൂമിൻ്റെ വിൻഡോ തുറക്കുമ്പോൾ തന്നെ, ജനൽ തുറക്കുമ്പോൾ തന്നെ തോടാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ വീടിൻ്റെ ബാക്കിൽ തന്നെ തോട്. ആ തോട് തന്നെയാണ് നമ്മൾ നേരത്തെ പോയ തോടിൻ്റെ കണക്ഷൻ തന്നെയാണ് പാർത്തിക്കൂടി ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇവിടെയും വെള്ളം കുറവാണ്, തീരെ വെള്ളമില്ല. ശരിക്കും നല്ല രീതിക്ക് വെള്ളമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കണ്ടില്ലേ, നല്ലൊരു കാട് വൈബ് തന്നെയാണ്. അങ്ങനെ ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ്, ഉച്ചയുറക്കമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ വീഡിയോ ആണിട്ടത്. ഞാൻ ഉറങ്ങിയാലും എൻ്റെ ചന്ദനം പോകാറില്ല കേട്ടോ നെറ്റിയിൽ നിന്ന്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഉറങ്ങി എഴുന്നേറ്റാലും എൻ്റെ നെറ്റിയിൽ തൊട്ടേക്കുന്ന ചന്ദനം പോകാറില്ല. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ തോടൊക്കെ ഒന്ന് വിശദമായിട്ട് കാണിച്ചു തരാമെന്ന് വെച്ചാൽ, നമ്മുടെ വീടിൻ്റെ ബാക്കിൽ ആണിട്ടത്. നമുക്ക് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്, നമുക്ക് സ്റ്റെപ്പ് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. നമുക്കിങ്ങനെ നേരെ തോട്ടിലോട്ട് ഇറങ്ങാം. നല്ലപോലെ വെള്ളമുള്ള സമയത്ത് ഞങ്ങളിവിടെ അലക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അലക്കലും കുളിക്കലും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഒട്ടും വെള്ളമില്ല. അത് ആ മരത്തിൽ കാണുന്ന വല എന്താണെന്ന് വെച്ചാൽ അച്ഛൻ മീനെ പിടിക്കാനിട്ടതാണ്. തോട്ടിൽ ഫസ്റ്റ് വെള്ളം കയറുന്ന സമയത്ത് കുറേ മീനുകളൊക്കെ വരും. അപ്പോൾ ആ മീനിനെയൊക്കെ പിടിക്കാനാണ് അച്ഛനെ വല കെട്ടിയിട്ടത്. ഇപ്പോൾ വല എടുത്തിട്ടില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ തോടൊക്കെ കിടന്ന് അവിടെ ആനയൊക്കെ വരും കേട്ടോ. ആന, മയില്, മ്ലാവ്, മാന്, ഇതിനൊക്കെ നമുക്ക് സുബലമായിട്ട് കാണാൻ പറ്റും. നമ്മൾ അങ്ങനത്തെ ഒരു ഏരിയയിലാണ്. അപ്പോൾ അതേ കണ്ടില്ലേ, മഴയൊക്കെ പെയ്ത് നല്ല ഗ്രീനറിയാണ്, ഫുള്ള് കാട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ എത്രയൊക്കെ കാട് പിടിച്ചാലും ഒരു വൈബ് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലുള്ള 2 പേരെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഈ വൈറ്റാണ് നമ്മുടെ ഡുഡുക്കുട്ടൻ. അപ്പുറത്ത് കിടക്കുന്നത് നമ്മുടെ ഡുഡുവിൻ്റെ തലയൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ. എന്ത് പറ്റിയാണോ ആവോ. ഇതാണ് നമ്മുടെ റോക്കിക്കുട്ടൻ. ഞാൻ ഭയങ്കര ജാടയാണ് കേട്ടോ. ഇതിന് ഞങ്ങൾക്ക് വേറൊരു ഡോഗ് ഉണ്ടായിരുന്നു. നമ്മുടെ നാടൻ ബ്രീഡ് തന്നെയാണ്. അവനെ സിംബ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അവനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ശരിക്കും അവനെ എൻ്റെ പെറ്റായിരുന്നു. പക്ഷെ അവൻ നമ്മളെ വിട്ട് പോയി. പിന്നെ അങ്ങോട്ടേക്ക് ഇത് നമ്മുടെ പറമ്പാണ് കേട്ടോ. പറമ്പ് മൊത്തം ഇപ്പം കാട് പിടിച്ചൊക്കെയാണ്. പ്രത്യേകിച്ച് മഴയൊക്കെയല്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത് നമ്മുടെ അച്ഛൻ്റെ കപ്പ കൃഷിയൊക്കെയാണ്. അപ്പം നമുക്കിവിടെ പൈപ്പിൽ നിന്നുള്ള വെള്ളമില്ല, ഫുൾ കിണർ വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പം എന്തിന് നല്ല തണുത്ത വെള്ളമാണെന്നറിയോ. വെള്ളം നല്ല രസമാണ്. പിന്നെ നമ്മുടെ മുല്ലച്ചെടി, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാണിച്ചു തരുകയാണ് ഞാൻ. അപ്പോൾ അത് നോക്കിയപ്പോഴാണ് അച്ചാച്ചനും മോനും ഇറയത്തിരുന്ന് നല്ല കളിയിലാണ് കേട്ടോ. അച്ചാച്ചന് എന്തൊക്കെയൊക്കെയോ പറഞ്ഞൊക്കെ കൊടുക്കണ്ട്. അപ്പോഴേക്കും അച്ഛമ്മ ഉച്ചയ്ക്ക് ചായയും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അത് കഴിഞ്ഞതേ നമ്മുടെ കുറച്ച് പഴയ ഫോട്ടോസൊക്കെ ഈ ഒരു വാളിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വിച്ചു ഫോട്ടോസൊക്കെ കണ്ടിട്ട് വന്നിട്ട് പറയണം, വിച്ചുക്ക് സങ്കടം വന്നു ഇത് കണ്ടിട്ട്, മമ്മീനോട് ലോകമാണെന്നൊക്കെ പറയണം. കാര്യം അവൻ തന്നെ പഴയൊക്കെ കാണുമ്പോഴേ. അത് കഴിഞ്ഞപ്പോൾ കുറച്ചേരം കഴിഞ്ഞപ്പോൾ അച്ഛൻ കപ്പയൊക്കെ പറിച്ചുകൊണ്ട് വന്നു കേട്ടോ നമുക്ക് കൊണ്ടുപോകാനായിട്ട്. കണ്ടില്ലേ, കറ പോലും പോയിട്ടില്ല. നല്ല ഫ്രഷ് അച്ഛൻ വളർത്തി ഉണ്ടാക്കിയ കപ്പ. അപ്പോഴേക്കും നല്ല മഴയായി. ഇനി എന്ത് വേണം. വിച്ചുവിന് മഴ കണ്ടപ്പോൾ സന്തോഷമായിട്ടാണ്. വിച്ചു മഴ കണ്ടിട്ട് ഓടി നടക്കുകയാണ്. അങ്ങനെ വിച്ചുവിൻ്റെ മഴയത്ത് മയിൽ പീലി വിടർത്തുന്ന പോലെ വിച്ചുവിൻ്റെ ഡാൻസാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനെ തോടിനോട് ചേർന്ന് തന്നെ ഇരിക്കാനൊക്കെ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അത് നമുക്ക് കുറച്ചും കൂടി പണിയുണ്ട്, സെറ്റാക്കണം. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് ഇരുന്ന് മഴയൊക്കെ കണ്ട് തോട്ടിലോട്ടൊക്കെ നോക്കി അങ്ങനെ
സ്നേഹിച്ചൊക്കെ ഇരിക്കണം. വിച്ചു ഭയങ്കര പുന്നാരമാണ്, മമ്മീനെ ഭയങ്കരമായിട്ട് പുന്നാരിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനത്തെ രാത്രി ആയപ്പോഴേ ഒരു അതിഥി വന്നു കേട്ടോ ഞങ്ങളുടെ റൂമിലോട്ട്. കണ്ടില്ലേ മിന്നാമിനിങ്, ഹൈ ഓടിപ്പോയിട്ടാ. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ റൂമിലോട്ടൊക്കെ കയറാറുണ്ട് കേട്ടോ. പിന്നെ പുറത്തൊക്കെ നമുക്ക് ഇടയ്ക്ക് കാണാൻ പറ്റും. അപ്പോൾ വിച്ചിക്ക് ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്, ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട്. ദേ മിന്നാമിനിങ്ങിനെ കണ്ടു, മിന്നാമിനിങ്ങിനെ കണ്ടു. കൈ തുറന്ന് വെച്ച് കാണിക്കുമ്പോഴേക്കും അത് അപ്പം പറന്നു പോട്ടോ. അങ്ങനെ ക്യാമറ ഓണാക്കി വെച്ചാറുണ്ട്. വിച്ചു ക്യാമറയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, മിന്നാമിനിന്ന് നോക്കാതെ. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ദേ പിന്നെ ഇവിടെ പാട്ടും ബഹളമൊക്കെ ആയിട്ടോ. അച്ചാച്ചനും വിച്ചുവും അച്ഛമ്മയൊക്കെ കൂടി പിന്നെ പാട്ടായി. ടൈമിലൊക്കെ എന്തായാലും ഞങ്ങൾ ഒരുപാട് ഏട്ടനെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏട്ടനിടയ്ക്ക് വീഡിയോ കോളൊക്കെ ചെയ്തൊക്കെ കാണിച്ച് സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ പിന്നെ വിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ദേ ഡാൻസായി. പാട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ ഡാൻസ് പരിപാടിയിലോട്ട് കടന്നു വെച്ചു. അങ്ങനെ എല്ലാവരും കൂടി കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. ഇനിയിപ്പോൾ നാളെ വീട്ടിലേക്ക് പോകുന്ന, ശനിയാഴ്ച വന്നതാണ്, ശനി ഞായറും നിന്നു. ഇനി നാളെ എന്തായാലും മൺഡേ ക്ലാസ് എന്തായാലും പോകും. അപ്പോൾ അതേ ഞങ്ങൾ മൺഡേ മോർണിംഗ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. എന്തായാലും 2 ദിവസമൊക്കെ നമ്മൾ അടിച്ച് പൊളിച്ചു. ഇനിയിപ്പോൾ അടുത്ത വീക്കെൻഡ് നമുക്ക് തിരിച്ചു വരാമെന്നൊക്കെ പറഞ്ഞ് വിച്ചുവിനെ സമാധാനപ്പെടുത്തി. മഴയൊക്കെയുള്ളായിരുന്നതേ ഞങ്ങൾ നമ്മുടെ ആനവണ്ടിയിലൊക്കെ കയറി പോവാൻ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മളെ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരും. Bye bye, see you.